വൈകിയാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി ആവശ്യപ്പെട്ട പൗരത്വ ഭേദഗതി നിയമത്തിന്റെ കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം അടങ്ങുന്ന റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇപ്പോൾ ഇവിടെ ചോദ്യം എന്ന് പറയുന്നത്, ഈ റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ വിജയിക്കുമോ അതോ പരാജയപ്പെടുമോ എന്നുള്ളതാണ്. കപിൽ സിബലിനെ പോലെയുള്ള രാജ്യത്തെ ഏറ്റവും വലിയ അഭിഭാഷകൻ മനസ്സിരുത്തി വിചാരിച്ചു കഴിഞ്ഞാൽ ഈ 1200 പേജുള്ള റിപ്പോർട്ട് വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കാവുന്നതാണ്. കാരണം ഈ ഒരു റിപ്പോർട്ട് ഒരു അഭിഭാഷകനുമല്ലാത്ത ഞാനടങ്ങുന്ന മാധ്യമ ലോകത്തുള്ള അല്ലെങ്കിൽ നിങ്ങളടങ്ങുന്ന പൊതുജനങ്ങൾ വളരെ കൃത്യമായി ഒന്ന് വീക്ഷിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും ഭരണഘടന വിരുദ്ധമാണ് ഈ റിപ്പോർട്ട് എന്ന്. അത് പറയാൻ കാരണങ്ങൾ ഒരുപാടുണ്ട്. ഈ റിപ്പോർട്ടിന്റെ പുറത്തു വന്നിട്ടുള്ള ഭാഗങ്ങളിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ആർട്ടിക്കിൾ 14 കുറിച്ച്, അഥവാ ഭരണഘടന അനുച്ഛേദം 14, ഇക്വാലിറ്റി ബിഫോർ ലോ, എല്ലാവരും നിയമവ്യവസ്ഥകൾക്ക് മുന്നിൽ തുല്യരാണ് എന്നുള്ള കാര്യം. അങ്ങനെ ഒരു നിയമം ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്ന സമയത്ത് ഈ രാജ്യത്ത് ഒരു നിയമം കൊണ്ടുവരുമ്പോൾ അത് എല്ലാ ആളുകൾക്കും തുല്യമായിരിക്കണം. പക്ഷേ ആ തുല്യമായിരിക്കേണ്ട നിയമം അതല്ല പൗരത്വ ഭേദഗതി നിയമം. അത് ഇവർ തന്നെ ഇവരുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതായത് ഭരണഘടന അനുച്ഛേദം 14 വിപരീതമായിട്ട് തന്നെ ഇവരുടെ റിപ്പോർട്ടിൽ ചില ഭാഗങ്ങൾ പരാമർശിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു പരാമർശം ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് എതിരാണ്. അതായത് ഭരണഘടനാ അനുച്ഛേദങ്ങളെ മാനിക്കാതെ ഒരു നിയമം രാജ്യത്ത് എങ്ങനെ നടപ്പിലാക്കാൻ സാധിക്കും? അതിനെ ഉയർത്തി തന്നെ സുപ്രീം കോടതിയിൽ കൃത്യമായ വാദങ്ങൾ മുന്നോട്ട് വെച്ചു കഴിഞ്ഞാൽ കപിൽ സിബലിന് പുല്ലുപോലെ വിജയിച്ചു കയറാൻ പറ്റുന്ന ഒരു റിപ്പോർട്ട് മാത്രമാണ് ഇത്. ഈ റിപ്പോർട്ടിൽ അവർ നേരത്തെ പറഞ്ഞ കാര്യം ഞാൻ ഇതിനു മുൻപുള്ള ഒരു റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതാണ്. പാർലമെന്റ് പാസ്സാക്കിയ നിയമത്തെ കോടതിക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ള വാദം അത് തീർച്ചയായും തെറ്റു തന്നെയാണ്. അതൊക്കെ മുന്നിൽ നിർത്തി കപിൽ സിബലിന് സുപ്രീം കോടതിയിൽ ശക്തമായ ഒരു വാദപ്രതിവാദം നടത്തിക്കഴിഞ്ഞാൽ ചീഫ് ജസ്റ്റിസിന് ഒരു വാക്ക് പോലും തിരിച്ചു പറയാനുണ്ടാകില്ല. കാരണം ആർട്ടിക്കിൾ 14 വിരുദ്ധമാണ് നിലവിൽ സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ട്. അതിനാൽ തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നമ്മളെ ചതിച്ചില്ലെങ്കിൽ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കേന്ദ്ര സർക്കാരിന്റെ കൂടെ നിന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വിജയമുണ്ടാകും. കാരണം ഈ റിപ്പോർട്ട് പരാജയം തന്നെയാണ്. അക്കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ട. അതിനാൽ ചെറിയ പ്രതീക്ഷകൾ നമുക്ക് വെക്കാം. പക്ഷേ എങ്ങാനും ചീഫ് ജസ്റ്റിസ് പഴയ ചീഫ് ജസ്റ്റിസിന്റെ സ്വഭാവം കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ 8 നിലയിൽ പൊട്ടിപ്പോകും. അതിനാൽ തന്നെ കൊറോണയ്ക്ക് ശേഷം രാജ്യത്ത് വീണ്ടും സമരപരിപാടികളുമായി നമുക്ക് സജീവമാകാം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Stop.